പാഠം 502 പടക്കങ്ങൾ ഉണ്ടാക്കിയ കഥ. സമയം മണി 8 കഴിഞ്ഞു, ഇതുവരെ ചായ കിട്ടിയില്ല. സോറി മോഹനേട്ടാ, രാവിലെ എഴുന്നേക്ക് ഞാൻ കുറച്ച് വൈകി. പിന്നെ ഇന്ന് അവധിയല്ലേ, ചായ കുറച്ച് താമസിച്ചു കഴിച്ചാലും നല്ല ന്യായം. ഭാമേ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നതിനാണ്. അത് എല്ലാ ദിവസവും കൃത്യസമയത്ത് കിട്ടണം. അല്ലാതെ അവധി ദിവസമായതുകൊണ്ട് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇങ്ങനെ പോയാൽ അവധി ദിവസങ്ങളിൽ ശ്വാസം വലിക്കണ്ട എന്ന് നീ പറഞ്ഞാലോ? രാവിലെ തർക്കിക്കാൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുക വില്ലേജ് ഓഫീസർ. മോഹനേട്ടാ, ദീപാവലിയായിട്ട് രാവിലെ വെറുതെ വഴക്കുണ്ടാക്കല്ലേ. ഇന്നൊരു ദിവസം മുഴുവൻ നമ്മൾ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കിയിരിക്കേണ്ടവരല്ലേ? നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലപ്പോഴും എനിക്ക് വഴക്കുണ്ടാക്കാൻ തോന്നുന്നത്. എനിക്കറിയാം, ഭാര്യ സ്നേഹമില്ലാതെ വരുമ്പോ ഭർത്താക്കന്മാർക്ക് അങ്ങനെ പലതും തോന്നും. പക്ഷെ മോഹനേട്ടാ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മോഹനേട്ടൻ അറിഞ്ഞൂടെ? ലങ്കായുദ്ധം കഴിഞ്ഞ് രാവണനെ നിഗ്രഹിച്ച് സീതാദേവി വീണ്ടെടുത്ത ശ്രീരാമൻ ഭാര്യയോടും അനിയനോടും ഒപ്പം അയോധ്യയിൽ തിരിച്ചെത്തിയതിന്റെ ഓർമ്മയ്ക്കാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ഭാര്യയോടുള്ള അപാരമായ സ്നേഹം കൊണ്ട് ഒരു മഹായുദ്ധം നടത്തിയ ശ്രീരാമൻ എവിടെ? ഭാര്യ ഒരു ശത്രുവായി കാണുന്ന ഈ മോഹനകൃഷ്ണ സാർ എവിടെ? ഭാര്യയോട് അത്രയധികം സ്നേഹമുണ്ടായിരുന്ന അതേ ശ്രീരാമനാണ് പിന്നീട് സീതയെ ഉപേക്ഷിച്ച് കളഞ്ഞത്. അത് മറന്നുകൊണ്ട. ശ്രീരാമൻ രാജാവായതുകൊണ്ട് ഉപേക്ഷിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞു. പക്ഷേ എന്റെ കാര്യം അങ്ങനെ അല്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കോടതി പോകണം, കേസ് നടത്തണം, കോടതി വരാതെ കൂടെ അങ്ങോട്ട് നടക്കണം. പണ്ടത്തെ ഏർപ്പെടാനും നല്ലത്. പിന്നല്ലാതെ സീതാ സ്വയംവരത്തിന് ജനകരാജ്യ സന്നിധിയിൽ ചെന്ന ശ്രീരാമൻ ശൈവജാപം കുലച്ചാണ് മത്സരം ജയിച്ചത്. കെട്ടാൻ വന്നയാള് യോഗ്യനാണെന്ന് സീതയ്ക്ക് അങ്ങനെ മനസ്സിലായി. പക്ഷേ എന്റെ കാര്യത്തിൽ ആളിന്റെ സാമർഥ്യം വളക്കാൻ എനിക്കൊരു അവസരം കിട്ടിയില്ല. കാണാൻ കൊള്ളാം, നല്ല നിറവും ഭംഗിയൊക്കെ ഉണ്ട്, പറയാനൊരു ഡിഗ്രി, വില്ലേജ് ഓഫീസർ ഒരു ജോലി. അത് കണ്ടപ്പോ എന്റെ അച്ഛൻ ആളെ അങ്ങ് ബോധിച്ചു പോയി. പഴയതുപോലത്തെ ഒരു മത്സരമൊക്കെ ഇന്ന് ഉണ്ടായിരുന്നെങ്കില് വില്ലെടുത്ത് കൊലിക്കൊന്നും വേണ്ട, ഒരു ചൂലെടുത്ത് മുറ്റമടിക്കാൻ അറിയാമോ എന്നെങ്കിലും ഒന്ന് നോക്കാമായിരുന്നു. ചൂലെടുത്ത് മുറ്റമടിക്കാനല്ല ഞാൻ വില്ലേജ് ഓഫീസർ ആയത്. ഫോൺ അടിക്കുന്നുണ്ട്, അതാരാണെന്ന് നോക്കി അയാളോട് 4 ചീത്ത പറയുമ്പോഴേക്കും ഞാൻ ചായ എടുത്തോണ്ട് വരാം. ചെല്ല്. ഹലോ, അതെ മോഹനകൃഷ്ണനാണ്. എന്താ മഹാദേവ? അയ്യോ, അത് നടക്കില്ലല്ലോ. ഇന്നലെ ആഫീസിൽ വന്നപ്പോൾ മഹാദേവനോട് കാരണസഹിതം കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ. പിന്നെ എന്തിനാണ് ഒരു അവധി ദിവസമായിട്ട് എന്നെ ഇങ്ങോട്ട് കൂടി ശല്യപ്പെടുത്തുന്നത്? ഡെപ്യൂട്ടി തഹസിൽദാരല്ല, സാക്ഷാൽ ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും മഹാദേവന് ആ ലൈസൻസ് കിട്ടാൻ പോകുന്നില്ല. ലൈസൻസാ? മോഹനേട്ടൻ ആർക്കാ ലൈസൻസ് കൊടുക്കുന്നത്? ലൈസൻസ് കൊടുക്കുന്ന ഞാനല്ല, തഹസിൽദാരാ. പക്ഷേ എന്റെ ശുപാർശയില്ലാതെ അത് നടക്കില്ല. എന്ത് ലൈസൻസ് മോഹനേട്ടാ? ഭാമേ, പഞ്ചായത്ത് ഓഫീസിന്റെ കിഴക്ക് വശത്തുള്ള വഴിയിലൂടെ കുറച്ചങ്ങോട്ട് പോകുമ്പോ അവിടെ കുറെ കടകളില്ലേ? അതിലൊരു കടയിൽ പടക്കക്കട തുടങ്ങാനായിട്ട് മഹാദേവൻ എന്നൊരാൾ കളക്ടർക്ക് അപേക്ഷ കൊടുത്തു. നിയമപ്രകാരം പടക്കക്കട തുടങ്ങണമെങ്കിൽ റവന്യൂ വകുപ്പിന്റെയും പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും അനുമതി വേണം. അങ്ങനെ ലൈസൻസിനായി മഹാദേവൻ കഴിഞ്ഞ മാസം കളക്ടർക്ക് കൊടുത്ത അപേക്ഷയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് എനിക്ക് താലൂക്ക് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് വന്നു. ഞാൻ അന്വേഷിച്ചപ്പോ ഈ പറഞ്ഞ സ്ഥലത്ത് പടക്കക്കട നടത്തുന്നത് ശരിയല്ല എന്ന് മനസ്സിലായി. അത് ഞാൻ തഹസിൽദാർക്ക് റിപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ആ മഹാദേവൻ വിളിച്ചിരിക്കുക, ലൈസൻസ് എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റുമെന്ന്. ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറിനെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിക്കാമെന്നും. ദീപാവലിയൊക്കെയല്ലേ മോഹനേട്ടാ, ആരെങ്കിലും പടക്കം വിറ്റ് 10 കാശുണ്ടാക്കുവാണെങ്കിൽ അതങ്ങ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചൂടായിരുന്നു. ദീപാവലിക്ക് മുമ്പ് കച്ചവടം തുടങ്ങാനുള്ള പരിപാടി ആയിരുന്നു മഹാദേവന്.
പക്ഷേ എന്റെ റിപ്പോർട്ട് എഴുതാതിരുന്നതോടെ കാര്യങ്ങൾ നടന്നു. മോഹനേട്ടൻ എന്തിനാ വെറുതെ ഉടക്കിടാൻ പോയത്? മഹാദേവൻ പറയുന്ന കടയുടെ വെറും 50 മീറ്റർ മാറിയാണ് സർക്കാർ LP സ്കൂൾ. ആ പടക്കക്കട അവിടെ നടത്തിയാൽ സ്കൂളുകാർക്ക് അതൊരു ശല്യമാവില്ലേ? പടക്കം വാങ്ങുന്നവർ അവിടെ നിന്ന് പൊട്ടിക്കുകയല്ലോ, വീട്ടിൽ കൊണ്ടുപോയി അവർ പൊട്ടിക്കുന്നത്. പിന്നെന്താ കുഴപ്പം? അവിടെ നിന്ന് അങ്ങ് പൊട്ടിച്ചാലോ? അങ്ങനെ പൊട്ടിക്കണമെന്നുള്ളവർക്ക് കുറച്ച് ദൂരെയുള്ള കടയിൽ നിന്ന് പടക്കം വാങ്ങി അവിടെ കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചൂടെ? പൊട്ടിക്കൽ മാത്രമല്ല ഭമേ പ്രശ്നം. ഈ പടക്കം എന്ന് പറയുന്നത് അപകട സാധ്യത ഒരുപാടുള്ളൊരു കച്ചവടം. LP സ്കൂളിലെ കുട്ടികൾക്ക് ഒരു അപകടം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഒരു തീപ്പെട്ടി കമ്പിന്റെ കാര്യമുള്ള ഭാമേ, എല്ലാം കൂടെ കത്തിപ്പോവില്ലേ? അതെ, മഹാദേവന്റെ പടക്ക കച്ചവടം അവിടെ നിൽക്കട്ടെ. ഇന്ന് ദീപാവലിയായിട്ട് നമുക്ക് പടക്കം വാങ്ങണ്ടേ? പടക്കോ? എന്തിന്? വൈകുന്നേരം ചായയുടെ കൂടെ തിന്നാൻ പടക്കം വാങ്ങുന്ന എന്തിനാ മോഹനേട്ടാ? സത്യം പറഞ്ഞ അത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് പടക്കം വാങ്ങി വെറുതെ അങ്ങ് പൊട്ടിച്ചളയ. അതുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പടക്കം ഇങ്ങനെ പടപടയെന്ന് പൊട്ടു നിൽക്കാൻ നല്ല രസമല്ലേ? എങ്ങനെ? ഒരു പാട്ട് കേൾക്കാൻ രസമാണ്, ഒരു കിളിയുടെ ശബ്ദം കേൾക്കാനും രസമാണ്, മഴ പെയ്യുന്ന ശബ്ദവും രസമാണ് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ പടക്കത്തിന്റെ ശബ്ദം എങ്ങനെ രസകരമാവും? ഇടിവിടുന്ന് കേൾക്കാൻ ഭയങ്കര രസമാണ് എന്ന് ആരെങ്കിലും പറയൂ? പട്ടി കുരയ്ക്കുന്ന കേട്ടാൽ ഉറക്കം വരും എന്ന് ആരെങ്കിലും പറയൂ? പിന്നെന്തിനാ ദീപാവലി ആകുമ്പോ നമ്മുടെ നാട്ടിലെ ആളുകള് ഇതിന് മാത്രം പടക്കം വാങ്ങി പൊട്ടിക്കുന്നത്? ധൂർത്ത് അല്ല എന്താ ഭാമേ? നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോണ്ടാവുന്ന ദോഷവശങ്ങളെ പറ്റി നീ ആലോചിച്ചിട്ടുണ്ടോ? 1, പടക്കം വാങ്ങാൻ ചിലവാകുന്ന കാശ് ആർക്കും ഉപകാരമില്ലാതെ ചെലവായി പോകും. 2, പടക്കം അതിഭയങ്കരമായ ശബ്ദ മലിനീകരണം ഉണ്ടാക്കും. 3, പടക്കം കത്തി പുറത്തേക്ക് വരുന്ന വാതകങ്ങൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു. 4, പടക്കം എന്ന് പറയുന്നത് അങ്ങേറ്റം അപകട സാധ്യതയുള്ള ഒരു സാധനമാണ്. കയ്യിലിരിക്കുന്ന പണം കൊടുത്ത് പടക്കം വാങ്ങി പൊട്ടിച്ച് കൈപ്പത്തി അറ്റുപോയ ഒരാളെ എനിക്കറിയാം. മോഹനേട്ടൻ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷെ എല്ലാ ദിവസവും പടക്കം വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഇന്ന് ദീപാവലിയല്ലേ, ഓരോ ആഘോഷങ്ങൾക്കും അതിൻ്റെതായ രീതിയില്ലേ? ഓണത്തിന് നമ്മൾ സദ്യ ഉണ്ടാക്കുന്നു, അതുപോലെ ദീപാവലിക്ക് പടക്കും. സദ്യ ഉണ്ടാക്കി കഴിച്ചാൽ അത് ശരീരത്തിന് നല്ലതാണ്. പടക്കമോ? ഇതുവരെ പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ ആരുടെയും ആരോഗ്യം നന്നായി എന്ന് ഞാൻ കേട്ടിട്ടേയില്ല. തർക്കിക്കാൻ വേണ്ടി ആർക്കും ഇങ്ങനെ എന്തും പറയാം. പടക്കം വാങ്ങണമെങ്കിൽ കാശ് ചെലവാക്കണം. അതിന് സാറിന് കഴിയില്ല, അത്രയുള്ള കാര്യം. ഞാൻ പടക്കം വാങ്ങില്ല എന്ന് പറയുന്നത് പിശുക്കൊണ്ടല്ല. പിന്നെന്താ, പേടികൊണ്ടാണോ? ഞെട്ടണ്ട, സംഭവമൊക്കെ എനിക്കറിയാം. നാട്ടുകാരെ മുഴുവൻ വിരട്ടി മുൾമുനയിൽ നിർത്തുന്ന വില്ലേജ് ഓഫീസർക്ക് ഒരു ഓലപ്പടക്കത്തെ പേടി. ഇത് പുറത്താരെങ്കിലും അറിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവക്കിതെങ്ങനെ അറിയാം? എനിക്ക് പടക്കത്തെ പേടിയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പറഞ്ഞത് ആരായാലും അതൊരു സത്യല്ലേ? അല്ല, എനിക്ക് പടക്കമൊന്നല്ല, ബോംബെന്ന് പറഞ്ഞ പോലും പേടിയില്ല. മോഹനേട്ടൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ വിഷുവിന് മോഹനേട്ടൻ അച്ഛൻ പടക്കം വാങ്ങിച്ചു കൊണ്ടുവന്നതും അത് പൊട്ടിയപ്പോ മോഹനേട്ടൻ കരഞ്ഞതും പേടിച്ച് നിക്കറിൽ മൂത്രമൊഴിച്ചതും സത്യമാണോ? ഞാൻ ഇങ്ങനെ നോക്കുന്നത്. ഈ കഥയെല്ലാം പറഞ്ഞത് മോഹനേട്ടന്റെ അമ്മ തന്നെ. അന്ന് പേടിച്ച് പനി പിടിച്ച് മോഹനേട്ടൻ 4 ദിവസം ആശുപത്രി കിടന്ന കാര്യവും എനിക്കറിയാം. അങ്ങനെയാണ് മോഹനേട്ടന്റെ വീട്ടിൽ ദീപാവലിക്കും വിഷുവിനും ഒന്നും പടക്കം വാങ്ങാതായതെന്നും എനിക്കറിയാം. ഇപ്പത്തെ കാലത്ത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും പടക്കം തന്നെ താൻ പൊട്ടിക്കും. അപ്പോഴാണ് ഒരു വീരശൂര പരാക്രമി ഓലപ്പടക്കം പൊട്ടുന്ന ഒച്ച കേട്ട് നിക്കറി മൂത്രം ഒഴിച്ചത്. ഈ പടക്കത്തിന്റെ കഥയെങ്ങാണെന്ന് നീ ഉത്തമനോട് പറയരുത്. പറഞ്ഞ പിന്നെ
നിന്നോട് മിണ്ടില്ല. നമസ്കാരം സാറേ. ഇന്ന് അവധി ആയതുകൊണ്ട് വെറുതെ ഇരിക്കുകയായിരിക്കും അല്ലേ? ഞാൻ ഇരിക്കുകയല്ല, നിൽക്കുകയല്ലേ. അല്ല സാറേ, ഞാൻ ഉദ്ദേശിച്ചത് ഇന്നിപ്പോ എന്തായിരുന്നല്ലോ. ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. ഉത്തമൻ വന്നത് എന്തിനാണെന്ന് പറയൂ. സാറേ, നമ്മുടെ ലോനപ്പന്റെ പോക്കൂരുവിന്റെ കാര്യം എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനല്ലോ ഉത്തമ സർക്കാർ എനിക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. ഒരാൾ ഒരു പോക്കുവരവനായി കൊണ്ടുവരുമ്പോ കൂടെ സമർപ്പിക്കുന്ന രേഖകൾ കുറ്റമറ്റതായിരിക്കണം. ലോനപ്പന്റെ ആധാരത്തിൽ പ്രശ്നമുണ്ട്, മുന്നാധാരത്തിലും പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് പോക്കുവരവ് ചെയ്യേണ്ടത്? സാറേ സാറേ സാറേ, ഒരു സർവേ നമ്പർ മാറിക്കിടക്കുന്നതാണ് പ്രശ്നം എന്നുള്ള കാര്യം എനിക്കറിയാം, സാറിനും അറിയാം. 40-40 കൊല്ലമായി ആ സർവേ നമ്പർ അങ്ങനെ തന്നെ മാറിക്കിടക്കുകയാണ്. തെറ്റായി ചേർത്ത സർവേ നമ്പറിൽ വേറെ ഭൂമി ഇല്ലതാനും. അത് പിന്നെ സാറേ, സാറ് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചാൽ നടക്കാം, പക്ഷെ ഞാൻ വിചാരിക്കില്ല. കാരണം 40 കൊല്ലമായി തെറ്റിക്കിടക്കുന്ന ഒരു സർവേ നമ്പർ മാറ്റാൻ ഒരു ശ്രമവും ലോനപ്പന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോ ഭാഗ ഉടമ്പടി പ്രകാരം വസ്തു രജിസ്റ്റർ ചെയ്യുമ്പോഴും മെനക്കെട്ടിട്ടില്ല. എന്തുകൊണ്ട്? സർക്കാർ കാര്യമല്ലേ, ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്ന് ലോനപ്പം വിചാരിച്ചു. സർക്കാർ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോകില്ല, മനസ്സിലായോ? അല്ല, അതെനിക്ക് മനസ്സിലായി. എന്നാലും നമസ്കാരം നോക്കിയില്ലേ? അല്ല, ദീപാവലിയായിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ? ഞങ്ങൾക്കെന്നും ദീപാവലി അല്ലേ ഉത്തമ. രാവിലെ എഴുന്നേക്കും മുതല് പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ മോഹനേട്ടൻ ഇങ്ങനെ വടക്കുണ്ടാക്കുന്നതുകൊണ്ട് വേറെ ഒരു പടക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. ഉച്ചത്തിൽ സംസാരിക്കുന്നത് ആത്മവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ എത്ര ഉറക്കം വേണമെങ്കിലും നമുക്ക് പറയാം. ഞാൻ ശരിയായ കാര്യങ്ങൾ മാത്രമേ പറയൂ, അതുകൊണ്ട് അത് ഉച്ചത്തിൽ പറയുകയും ചെയ്യും. ലോനപ്പന്റെ കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ. സർക്കാർ കാര്യങ്ങൾ സർക്കാർ അവധി ദിവസങ്ങളിൽ ആലോചിക്കേണ്ടതല്ല. പറഞ്ഞേക്ക. ഹലോ, അതെ മഹാദേവനോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്? LP സ്കൂളിനടുത്ത് പടക്കക്കട നടത്താൻ ലൈസൻസ് തരണമെങ്കിൽ ഒന്നുകിൽ ഞാൻ സ്ഥലം മാറ്റം കിട്ടിപ്പോണം, അല്ലെങ്കിൽ ഞാൻ പെൻഷൻ പറ്റി പിരിയണം. ഒരു കാര്യം നടക്കില്ല എന്ന് മോഹനകൃഷ്ണൻ പറഞ്ഞാൽ അത് നടക്കില്ല എന്ന ഒറ്റ അർത്ഥമേ ഉള്ളൂ. മേലിൽ ഇക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചാൽ എന്റെ അമ്മയാണ് സത്യം. മഹാദേവൻ വിവരം അറിയും, മനസ്സിലായോ? എന്താ ശബ്ദം? ഇതാണ് ഞാൻ പറഞ്ഞത്, മോഹനേട്ടൻ സംസാരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ പടക്കത്തിന്റെ ആവശ്യമേ ഇല്ലാന്ന്. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. പറയുന്നത് ശരിയാണെന്ന ബോധ്യമുണ്ടെങ്കിൽ അത് നമുക്ക് ഉച്ചത്തിൽ പറയാം. അമ്മോ, പക്ഷെ അങ്ങനെ ഉച്ചത്തിൽ സംസാരിച്ച് നാട് വിറപ്പിക്കുന്ന വില്ലേജ് ഓഫീസർക്ക് പടക്കത്തെ പേടിയാണ് എന്നുള്ളതാണ് ശരിയായ തമാശ. എനിക്ക് പടക്കത്തെ പേടിയാണ് നിന്നോട് ആരാ പറഞ്ഞത്? ചെറിയ ചെറിയ പ്രായത്തിൽ ആർക്കായാലും പടക്കത്തിന്റെ ശബ്ദം കേട്ട പേടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. ശരി, സമ്മതിച്ചു. ഇപ്പോ മുതിർന്നല്ലോ, ഇനിയും എന്തിനാണ് ഈ പടക്കത്തെ പേടിക്കുന്നത്? പേടി കൊണ്ടല്ല ഞാൻ പടക്കം വാങ്ങാത്തതെന്ന് പറഞ്ഞില്ലേ. പടക്കം ഉണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം, ശബ്ദ മലിനീകരണം എന്നൊക്കെ നമുക്ക് വെറുതെ പറയാം. പക്ഷേ സത്യം എന്താ? മോഹനേട്ടന് പടക്കത്തെ പേടിയാണ്. അതെ, ഇത് മറ്റാരും പറഞ്ഞതല്ല, മോഹനേട്ടന്റെ സ്വന്തം അമ്മ തന്നെ പറഞ്ഞതാണ്. അമ്മയ്ക്ക് ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ അറിയൂ. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ എന്തുമാത്രം പടക്കം കൊണ്ട് പൊടിച്ചോണ്ടെന്ന് അറിയാമോ? അമ്മ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഡിഗ്രിക്ക് പഠിക്കുമ്പോ വലിയ മാലപ്പടക്കത്തിന് തിരി കൊളുത്തിയിട്ട് ഞാൻ അതിന്റെ തൊട്ടടുത്ത് പോയി നിൽക്കുമായിരുന്നു. എന്റെ കൂടെ ഉള്ള സകലവന്മാരും ഓടി രക്ഷപ്പെടുമ്പോ ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇതെനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിനക്ക് മനസ്സോടെ വിശ്വസിച്ചാൽ മതി. അന്നൊക്കെ എല്ലാരും പടക്കത്തിന് തിരി കൊളുത്തിട്ട് എറിയുമ്പോ ഞാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ച് പടക്കം പൊട്ടിക്കുമായിരുന്നു. അത്ര ധൈര്യമാണ് എനിക്ക്. എങ്കിൽ ഇന്നൊരു പടക്കം അങ്ങനെ പൊട്ടിച്ചു കാണിക്കേ. പടക്കം ഉണ്ടാക്കുന്ന മലിനീകരണത്തെ പറ്റി അറിയാതിരുന്നത് കൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്ന് എനിക്ക് അന്തരീക്ഷ മലിനീകരണത്തെ കുറിച്ച് അറിയാം, ശബ്ദ മലിനീകരണത്തെ കുറിച്ചും അറിയാം. അപ്പൊ പിന്നെ എങ്ങനെ പടക്കം പൊട്ടിക്കും? അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രകൃതിയോട് ഒരു തെറ്റും ചെയ്യാൻ പാടില്ല.
എങ്ങനെ വീണാലും 4 കാര്യം. മോഹനേട്ടന്റെ അച്ഛൻ പൂച്ചയായിരുന്നു. അണിയിട്ട് കഴിഞ്ഞു. നീ ഇതൊക്കെ നിർത്തിയിട്ട് ഒന്ന് അത്ര എടുത്ത് വെക്ക്. എനിക്ക് നല്ല വിശപ്പുണ്ടോ? ഇത്ര നേരത്തെയോ? എന്റെ മോഹനേട്ടാ, ഞാൻ ഇതൊക്കെ ഒന്ന് തേച്ച് തീർക്കട്ടെ. ഇല്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്യേണ്ടി വരും. ഇനിയിപ്പോ ഷർട്ട് കൊണ്ട് തേക്കാൻ ഒരു 5 മിനിറ്റ് താമസിച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന്റെ അച്ഛനെ വിളിക്കുമല്ലോ. അത് കേൾക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഇതാരാ ഈ രാത്രിയില്? ഞാൻ പോയി നോക്കാം. നീ ഇതൊക്കെ തീർത്തിട്ട് വേഗം കഴിക്കെടുത്ത് വെക്ക്. ആരാ? ആരാ? ഒളിമ്പലടിച്ചു. അയ്യോ! എന്താ മോനേട്ടാ? അത് അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും പൊട്ടിച്ചായിരിക്കും. നമ്മുടെ മുറ്റത്തോ? മോനോട് വാ, നമുക്ക് നോക്കാം. ഇങ്ങോട്ട് വാ മോനേട്ടാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ. നമസ്കാരം സാർ. എങ്ങനെ ഉണ്ടായിരുന്നു സാറിന് സന്തോഷം തരുന്ന എന്റെ പടക്കം പൊട്ടിക്കൽ? സാറെന്തിനാണ് ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? ഞാൻ വേലായുധന്റെ കടയിൽ നിന്ന് വാങ്ങിയ 450 രൂപയുടെ പടക്കമാണ് പട 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 പടന്ന് പൊട്ടിച്ചത്. അടിപൊളിയില്ലായിരുന്നു സാറേ? എന്താ ഉദ്ദേശം? എന്നെ കൊല്ലാനാണോ? അയ്യോ, അല്ല, പടക്കം പൊട്ടിക്കുന്ന കൊല്ലാനാണ്. അത് വെറും പടക്കമല്ലേ സാറേ, ബോംബൊന്നും അല്ലായിരുന്നു. എന്റെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് പടക്കം പൊട്ടിക്കാൻ ഉത്തമനോട് ആരാ പറഞ്ഞത്? നോക്കിയില്ലേ, വക്കീല് പറഞ്ഞ സാറിന് പടക്കം ഭയങ്കര ഇഷ്ടമാണ്. സാറ് പോയി പടക്കം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്ത് കരുതുമെന്ന് വിചാരിച്ചാണ് പോയി വാങ്ങാത്തത്. ലോനപ്പന്റെ പോക്കൊരു ശരിയാക്കണമെന്നുണ്ടെങ്കിൽ പടക്കം പൊട്ടിച്ച് സാറിനെ ഒരുപാട് സന്തോഷിപ്പിക്കണമെന്ന് വക്കീല് പറഞ്ഞു. അയ്യോ, വക്കീലെ വെറുതെ കള്ളം പറയുന്നത് കേട്ടാ. വക്കീലല്ലേ ഇതോ അവിടെ വരാന്തയിൽ വെച്ച് രാവിലെ എന്നോട് പറഞ്ഞത് സാറിന് പടക്കം ഭയങ്കര ഇഷ്ടമാണെന്ന്. എന്റെ മോഹനേട്ടന് പടക്കം പേടിയാന്ന് എനിക്ക് അറിഞ്ഞൂടെ? അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുവോ? എന്റെ അമ്മയാണ് ഉദിക്കും ഭഗവാനാണ് സത്യം. ഞാൻ രാവിലെ ഇവിടെ ഒന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഒരു ഫോൺ വന്നിട്ട് സാർ അകത്തോട്ട് പോയില്ലേ? അപ്പോഴും വക്കീൽ എന്റെ അടുത്ത് പറഞ്ഞ് എന്താ ഉത്തമ പ്രശ്നം? ഒരു പോക്കോരുവിന്റെ കാര്യം നോക്കിയില്ലേ? മുന്നാധാരത്തില് സർവേ നമ്പറിൽ ഒരു പെശക പറ്റിയിട്ടുണ്ട്. മോഹനൻ സാർ വിചാരിച്ച ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. സാറ് വിചാരിക്കൂല, അതല്ലേ കുഴപ്പം.
ഉത്തമനൊരല്പം കാശ് മുടക്കാമെങ്കിൽ സംഗതി ഞാൻ ശരിയാക്കി തരാം. കാശ് മുടക്കാൻ എന്താണ് വക്കീലെ, കൈക്കൂലിയ? ഒരു തരത്തിൽ പറഞ്ഞ ഒരു കൈക്കൂലി തന്നെയാണ്. പക്ഷെ പേടിക്കണ്ട, ഈ കൈക്കൂലിയുടെ പേരിൽ സാർ ഉത്തമനൊന്നും ചെയ്യില്ല. എന്താണ് സംഭവം എന്ന് പറ. ഇന്ന് ദീപാവലിയാണല്ലോ. പടക്കം വാങ്ങിക്കണമെന്നും പൊട്ടിക്കണമെന്നും ഒക്കെ സാറിന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഈ കടയിൽ പോയി പടക്കം വാങ്ങാൻ ഒരു നാണക്കേട്. ഉത്തമൻ പറ്റുമെങ്കിൽ കുറച്ച് പടക്കം വാങ്ങി രാത്രിയാകുമ്പോൾ ഇവിടെ കൊണ്ടു പൊട്ടിച്ച വില്ലേജ് ഓഫീസർ ഹാപ്പി ആവില്ലേ? വില്ലേജ് ഓഫീസർ ഹാപ്പി ആയാൽ പോക്ക് വരവ് പിന്നെ എപ്പ നടന്നു നോക്കിയാ പോരെ? ലോനപ്പന്റെ പോക്ക് വരവ് അങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. സത്യമാണ് സാറേ, അമ്മയാണ് സത്യം. ലോനപ്പന്റെ പോക്ക് വരവ് ഈ നൂറ്റാണ്ട് നടക്കില്ല. അയ്യോ, അത് മാത്രമല്ല, എന്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്നു വന്ന് പടക്കം പൊട്ടിച്ചതിന് ഞാൻ ഉത്തമന് വരെ കേസ് കൊടുക്കും. ഈശ്വര, വെളുക്കാൻ തേച്ചത് പാണ്ടായ എന്റെ 450 രൂപ. ഉത്തമനെല്ലാം പറഞ്ഞു. എന്നോടുള്ള ദേഷ്യത്തിന് നീ ചെയ്യിപ്പിച്ചതാണെന്നെല്ലാം അല്ലേ? ഇങ്ങനെയാണെങ്കിൽ എന്നെ കൊല്ലാൻ നീ ഗുണ്ടകളോടൊല്ലടി. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മാലപ്പടക്കത്തിന് തീ കൊളുത്തി അതിന്റെ മുന്നിൽ നെഞ്ചു വിരിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. എല്ലാവരും പടക്കം കത്തിച്ചെറിയുമ്പോ ഞാൻ പടക്കം കയ്യിൽ വെച്ച് പൊട്ടിക്കുമായിരുന്നു. ഇതൊക്കെ സാറ് പറഞ്ഞതാ, ഓർമ്മയുണ്ടോ? അത്രയ്ക്ക് ധൈര്യമുള്ള ആളാണോ ഈ പേടിച്ചത്? പോട്ടെ, മോഹനേട്ടനെ പേടി മാറ്റാൻ വേണ്ടി ചെയ്തതല്ലേ. ഒരു നിസ്സാര പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടാ മോഹനേട്ടൻ ചത്തു പോവുങ്കില് മോഹനേട്ടന്റെ ബോംബ് പൊട്ടുന്ന ശബ്ദം കേട്ട് ഞാനതിന് തട്ടിപ്പോയാനേ. മോഹനേട്ടൻ വിശ്വാസമുള്ളവർ ഉറക്കെ സംസാരിക്കുമെന്ന്. അപ്പോ ഈ പടക്കത്തിനൊക്കെ മുടിഞ്ഞ ആത്മവിശ്വാസം വരില്ലേ? ആൾ വലിയ പരാക്രമിയും ധൈര്യശാലിയൊക്കെ ആണെങ്കിലും പടക്കത്തെ പേടിയാണെന്നതാണ് സത്യം. സത്യഭാമ ഇപ്പോൾ കളിച്ച ഈ നാടകം കൊണ്ട് വില്ലേജ് ഓഫീസറുടെ പേടി മാറി എന്ന് ഉറപ്പിച്ച് പറയാനാവില്ലെങ്കിലും പടക്കത്തെക്കുറിച്ചുള്ള ചിന്തകൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.